കഴിഞ്ഞ ആഴ്ചയിലെ ദൈവവചനം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായിരുന്നുവല്ലോ. വീണ്ടും പുതിയ ഒരാഴ്ച ദൈവവചനം കേൾക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ദൈവവചനം കേൾക്കുവാൻ നമ്മെ തന്നെ ഒരുക്കാം. 2009 വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുക. ഒരു പുതിയ കാഴ്ചപ്പാട്, നമ്മുടെ വിഷയങ്ങൾ കൊണ്ടു നടന്നിരുന്നത് അല്ലെങ്കിൽ തീർത്തിരുന്നത് പഴയതിനേക്കാളും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ കൂടെ വിഷയങ്ങൾ തീരണം. ഈ വർഷം വിഷയങ്ങളൊന്നും കടന്നു വരത്തില്ലെന്നല്ല, വിഷയങ്ങൾ കൂടുതലായിട്ട് കടന്നു വന്നേക്കാം. എന്നാൽ അത് തീരുന്നതിന്റെ സ്പീഡിന് വ്യത്യാസമുണ്ട്. കാരണം നീയും ഞാനും പ്രാപിച്ചിരിക്കുന്ന കാഴ്ചപ്പാട് പുതിയതായിരിക്കണം. ഹല്ലേലൂയ. നമുക്ക് ഇന്നത്തെ കുറിവാക്യം ഒന്ന് വായിക്കാം. വായിച്ചാട്ടെ. എസ്രായുടെ പുസ്തകം 3-ാം അധ്യായം 10, 11, 12 വാക്യങ്ങൾ. പണിയുന്നവർ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ടപ്പോൾ ഇസ്രയേൽ രാജാവായ ദാവീദിന്റെ ചട്ടപ്രകാരം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് വിശുദ്ധ വസ്ത്രം ധരിച്ച പുരോഹിതന്മാരെ കാഹളങ്ങളോടും ആസാഫിരായ ലേവ്യരെ കൈത്താളങ്ങളോടും കൂടെ നിർത്തി. അവർ യഹോവയെ അവൻ നല്ലവൻ, ഇസ്രയേലിനോട് അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്നിങ്ങനെ വാഴ്ത്തി സ്തുതിച്ചും കൊണ്ട് ഗാനപ്രതിഗാനം ചെയ്തു. അവർ യഹോവയെ സ്തുതിക്കുമ്പോൾ യഹോവയുടെ ആലയത്തിന്റെ അടിസ്ഥാനമിട്ടതുകൊണ്ട് ജനമെല്ലാം അത്യുച്ചത്തിൽ ആർത്തുഘോഷിച്ചു. എന്നാൽ പുരോഹിതന്മാരിലും ലേവ്യരിലും പിതൃഭവന തലവന്മാരിലും മുമ്പിലത്തെ ആലയം കണ്ടിട്ടുള്ള വയോധികന്മാരായ അനേകർ ഈ ആലയത്തിന്റെ അടിസ്ഥാനമിട്ട് കണ്ടപ്പോൾ ഉറക്കെ കരഞ്ഞുപോയി. മറ്റു പലരും സന്തോഷത്തോടെ ഉച്ചത്തിൽ ആർത്തു. ദാവീദിന് ഈ വിഷയത്തിൽ വളരെ നിർബന്ധമായിരുന്നു. ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത ലേവ്യർ തന്നെ ഉണ്ടായിരിക്കണം. കാരണം പഴയകാല അനുഭവത്തിൽ നിന്ന് പണ്ടൊരു അനുഭവം ദാവീദിനുണ്ടായി. ദാവീദ് ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവരാനായിട്ട് 30,000 പേരെയും കൂട്ടി ഒരു വലിയ ആഘോഷത്തോടെ ഒരു വലിയ പ്രൊസഷനായിട്ട് ദൈവത്തിന്റെ പെട്ടകം ആ ഗത്തിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് പോകുക. എന്നാൽ ഉസ്സായായിരുന്നു ഈ വണ്ടി തെളിയിച്ചിരുന്നത്. നാഖോന്റെ കളത്തിങ്കൽ വന്നപ്പോൾ കാള വിരണ്ടത് കാരണം ഈ പെട്ടകം ഒന്ന് ചരിഞ്ഞപ്പോൾ ഉസ്സാ എന്ത് ചെയ്തു? ഈ പെട്ടകത്തെ കയറി വീഴാതെ പിടിച്ചു. അത് ദൈവത്തിന് ഇഷ്ടമായില്ല. അതുകൊണ്ട് ഉസ്സായെ ദൈവം അവിടെ വെച്ച് തന്നെ കൊന്നുകളഞ്ഞു. ഇത് ദാവീദിനൊരു വലിയ അനുഭവമായിരുന്നു. കാരണം ദൈവത്തിന്റെ പെട്ടകം തൊടുവാനോ ചുമക്കുവാനോ ദൈവത്തിന്റെ ലേവ്യർക്ക് മാത്രമേ അധികാരമുള്ളൂ. ദൈവം അവന്റെ വേലയ്ക്കായിട്ട് തിരഞ്ഞെടുത്ത ജനമായ ലേവ്യർക്ക് മാത്രമേ അധികാരമുള്ളൂ. ഉസ്സായ്ക്ക് അധികാരമില്ലായിരുന്നു. അതുകൊണ്ട് ഉസ്സാ കയറി ഇതിനെ വീഴാതെ പിടിച്ചപ്പോൾ ഉസ്സാ എന്ത് ചെയ്തു? മരിച്ചുപോയി. അന്ന് ദാവീദ് ഒരു പുതിയ നിയമം ഉണ്ടാക്കി. ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായിട്ട്, ദൈവത്തെ സ്തുതിക്കുവാനായിട്ട്, ദൈവത്തിന്റെ ആലയത്തിന്റെ അകത്തെ പണിക്കായിട്ട് ആരെ വെക്കണം? ലേവ്യരല്ലാതെ വേറെ ആരും അരുത്. അങ്ങനെ ദാവീദ് ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. എന്താണ്? വായിക്കാം. ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ ചട്ടപ്രകാരം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് വിശുദ്ധ വസ്ത്രം ധരിച്ച പുരോഹിതന്മാരെ കാഹളങ്ങളോടും കൈത്താളങ്ങളോടും കൂടെ നിർത്തി. ഇവിടെ നമുക്കൊക്കെ ദൈവത്തെ സ്തുതിക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു വിശുദ്ധ വസ്ത്രവും വേണ്ട. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുവാൻ ആർക്കാണ് യോഗ്യത? ദൈവത്തെ സ്തുതിക്കുവാൻ ശരിക്കു പറഞ്ഞാൽ എല്ലാവർക്കും അതിനുള്ള യോഗ്യതയില്ല. 33-ാം സങ്കീർത്തനം 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. സ്തുതിക്കുന്നത് ആർക്കാ ഉചിതം? നേരുള്ളവർക്ക്. നേരില്ലാത്തവൻ ദൈവത്തെ സ്തുതിക്കുന്നത് ഉചിതമല്ല. മനസ്സിലാക്കണം. നമുക്കൊക്കെ ദൈവത്തെ സ്തുതിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല. എപ്പോ വേണമെങ്കിലും ദൈവത്തെ സ്തുതിക്കാൻ നമ്മൾ തയ്യാറായി. ഇപ്പൊ ഏറ്റവും കൂടുതൽ എളുപ്പമുള്ള പണി ഏതാണ്? എപ്പോ പ്രാർത്ഥിക്കണമെന്ന് വെച്ചാലും നമ്മൾ റെഡി. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മൾ റെഡി. ദൈവത്തെ സ്തുതിക്കുവാൻ റെഡി. കാരണം സ്തുതിച്ചില്ലെങ്കിലാണ് പ്രശ്നം.
ഇവിടെ ദൈവം പറയുന്നു, നേരുള്ളവർ ആരെ സ്തുതിക്കണം? ദൈവത്തെ സ്തുതിക്കണം. അല്ലാത്തവരൊന്നും ദൈവത്തെ സ്തുതിക്കണ്ട. ദൈവത്തിന്റെ പെട്ടകം ചുമക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത വിശുദ്ധ വസ്ത്രം ധരിച്ച ലേവ്യർക്കേ അധികാരമുള്ളൂ. ഇന്ന് പെട്ടകം ചുമന്നുകൊണ്ട് പോകാൻ നമ്മളെല്ലാവരും റെഡിയാ. ഹല്ലേലൂയ. കാരണം ഒന്നും സംഭവിക്കത്തില്ല. കാരണം പെട്ടകത്തിൽ ദൈവമില്ല, ദൈവത്തിന്റെ ആത്മാവില്ല. അതുകൊണ്ട് അത് ആര് ചുമന്നാലും ഒരു പ്രശ്നവുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാ ഇന്ന് നമ്മളൊക്കെ വിശ്വാസികളൊക്കെ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. സഭാപ്രസംഗിയുടെ പുസ്തകം എടുത്താട്ടെ. സഭാപ്രസംഗി 5-ാം അധ്യായം 1-ാം വാക്യം. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്കുക. മൂഢന്മാർ യാഗം അർപ്പിക്കുന്നതിനേക്കാൾ അടുത്തു ചെന്ന് കേൾക്കുന്നത് നല്ലത്. മതി. നീ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം? നിന്റെ കാല് സൂക്ഷിച്ചോണം. മൂഢന്മാർ യാഗം അർപ്പിക്കുന്നതിനേക്കാൾ നല്ലതുണ്ടാ? നീ ഇന്ന് വെളിയിൽ നിന്ന് കേട്ടോണ്ടാ മതി. ഹല്ലേലൂയ. ദേവാലയത്തിൽ പോകുമ്പോൾ നീ നിന്റെ കാലൊന്ന് സൂക്ഷിക്കണം. കാരണം യാഗം അർപ്പിക്കാൻ ആർക്കാ അധികാരം? നേരുള്ളവർക്കാ. മൂഢൻ ചെന്നിട്ട് യാഗം അർപ്പിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ഹല്ലേലൂയ. അവൻ കണ്ടോണ്ട് നിന്നാ മതി. ഇനി അഥവാ സ്തുതിച്ചാലും ഒരു പ്രശ്നവുമില്ല. കാരണം ദേവാലയത്തിൽ ദൈവം ഉണ്ടെങ്കിലല്ല ഉള്ളു പ്രശ്നം. ഇന്ന് ദൈവം അവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ടു. എന്നാൽ പുരോഹിതന്മാരിലും ലേവ്യരിലും പിതൃഭവന തലവന്മാരിലും മുമ്പിലത്തെ ആലയം കണ്ടിട്ടുള്ള വയോധികന്മാരായ അനേകർ ഈ ആലയത്തിന്റെ അടിസ്ഥാനമിട്ടപ്പോൾ ഉറക്കെ കരഞ്ഞുപോയി. മറ്റു പലരും സന്തോഷത്തോടെ ഉച്ചത്തിൽ ആർത്തു. ഇവിടെ ഇതാണ് ഇന്നത്തെ ദൂത്. ദൈവത്തിന്റെ ആലയത്തിന്റെ അടിസ്ഥാനമിട്ടപ്പോൾ പ്രായമുള്ളവർ കരഞ്ഞുപോയി. ഹല്ലേലൂയ. എന്നാൽ ചെറുപ്പക്കാരെന്ത് ചെയ്തു? സന്തോഷത്തോടെ ആർത്തു. എന്തിനായി പ്രായമുള്ളവർ കരഞ്ഞത്? പറഞ്ഞാട്ട്. പ്രായമുള്ളവർ ദൈവത്തിന്റെ ആലയത്തിന്റെ അടിസ്ഥാനമിട്ടപ്പോൾ കരഞ്ഞത് എന്തിനാ? കാരണം അവരുടെയൊക്കെ മനസ്സിൽ ഒരു പഴയ നല്ല കാലം അവരുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അടിസ്ഥാനമിട്ടപ്പോൾ ആ ഓർമ്മകളൊക്കെ ഉള്ളിൽ എഴുന്നേൽക്കാൻ തുടങ്ങി. ഹല്ലേലൂയ.